നമസ്കാരം. ഇന്ത്യയിൽ നിന്നും ഇടതുഭരണം അപ്രത്യക്ഷമാവുകയാണ്. ഭരണം നിലനിർത്തിയ ഏക സംസ്ഥാനമായ കേരളത്തിൽ പോലും ഇക്കുറി ഭരണം നിലനിർത്താൻ കഴിയില്ലെന്നാണ് എക്സിറ്റ് പോളുകൾ വിലയിരുത്തുന്നത്. പതിറ്റാണ്ടുകളായി ഇടതുഭരണം നിലനിന്നിരുന്ന ബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ ഒറ്റയടിക്ക് ഭരണം നഷ്ടമായതോടെയാണ് കൊച്ചു തുരുത്തായ കേരളത്തിൽ മാത്രം ഇടതുഭരണം ഒതുങ്ങിയത്. കേരളത്തിൽ ഇക്കുറി ഭരണം നഷ്ടമായാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥയിലാകും ഇടതുപക്ഷം. വർഷങ്ങളായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഭൂപടങ്ങളുടെ ചുവപ്പു നിറം ശോഷിച്ചു വരികയായിരുന്നു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായ സമരം നയിച്ച ചരിത്രമുള്ള ഇടതുപക്ഷത്തിനാണ് ഈ ദുർവിധി. സംസ്ഥാനങ്ങളുടെ ഭരണകക്ഷിയല്ല, മറിച്ച് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ഇന്ന് CPM അടക്കമുള്ള ഇടതുപക്ഷം ഏർപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലും ഇക്കുറി ഭരണം നഷ്ടമായാൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തിലും ഭരണത്തിലില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷം മാറും. CPM, CPI, CPI-ML എന്നിവ മാത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയ ചരിത്രത്തിൽ അവശേഷിക്കുന്നത്. 1987-നും 1996-നും ഇടയിൽ CPM നയിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകൾ നേടിയത്. കേരളം, ത്രിപുര, പശ്ചിമബംഗാൾ എന്നിവ ഒരേ സമയം പാർട്ടികളായിരുന്നു അധികാരത്തിലിരുന്നത്. 1977 മുതൽ 2011 വരെ തുടർച്ചയായി 34 വർഷമാണ് CPM നയിക്കുന്ന ഇടതുമുന്നണി ബംഗാൾ ഭരിച്ചത്. ഇപ്പോൾ BJP പ്രധാന പ്രതിപക്ഷമായതോടെ CPM ചിത്രത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. സമാനമാണ് ത്രിപുരയിലെ അവസ്ഥയും. മണിക് സർക്കാരിനെ പോലുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ CPM 25 വർഷം തുടർച്ചയായി ത്രിപുര ഭരിച്ചു. എന്നാൽ BJP ഉയർച്ചയോടെ 2018 ഇടതുപക്ഷത്തിന് അധികാരം നഷ്ടമായി. 2024 തിരഞ്ഞെടുപ്പിൽ 60-ൽ അധികം സീറ്റുകളാണ് ഇടതു പാർട്ടികൾ നേടിയത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ DMK-യുടെ സഹായത്തോടെ 4 വീതം സീറ്റുകൾ നേടാൻ CPM-നും CPI-ക്കും കഴിഞ്ഞിട്ടുണ്ട്. 1957-ൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ലോകത്തിൽ ആദ്യമായി ജനാധിപത്യപരമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപീകരിച്ചതു മുതൽ ഇടതുഭരണത്തിന്റെ ഒരു നീണ്ട ചരിത്രമാണ് സംസ്ഥാനത്തിനുള്ളത്. മെയ് 4-ന് ഇടതുഭരണത്തിന് അവസാനമാകുമെന്നാണ് സൂചന. 5 എക്സിറ്റ് പോൾ ഫലങ്ങളും കാണിക്കുന്നത് കേരളത്തിൽ UDF ഭരണമാണ് വരുന്നതെന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ച് ഇടതുമുന്നണി തുടർ ഭരണം നിലനിർത്തിയത്. എന്നാൽ ഇക്കുറി ഈ ചിത്രം മാറുന്ന സൂചനയാണ് മുന്നിലുള്ളത്. കേരളത്തിൽ ശക്തമായ പാർട്ടി ഘടനയുള്ളതിനാൽ ഇക്കുറി ഭരണം നഷ്ടമായാലും വീണ്ടും അടുത്ത തവണ അധികാരത്തിൽ വരാൻ CPM-ന് കഴിയും. പക്ഷേ കേരളം കൂടി നഷ്ടമായാൽ ഇന്ത്യയിലെ അധികാര ഭൂപടത്തിൽ നിന്നും തൽക്കാലം ചുവപ്പുരേഖകൾ ഒഴിഞ്ഞു തന്നെ കിടക്കും.